This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ഒരു ചരിത്ര വിജയം UDF നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പിണറായി വിജയനെ ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിക്കും ഇത്തരം ഒരു ഗതികേടുണ്ടായിട്ടുണ്ടാവില്ല. 6ാം റൗണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും പിണറായി വിജയനെ പോലെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ പിറകിൽ പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇന്നു മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രവർത്തകരെയും നാട്ടുകാരെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെയും നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ടാണ് സി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ വിജയിച്ചിരിക്കുന്നത്. എന്താണ് സി വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറെ നാളുകളായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾക്കെതിരെ, അഴിമതിക്കെതിരെ, അതേ ധാർഷ്ട്യത്തിനെതിരെ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ശബ്ദം എന്നുള്ള നിലയിൽ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ശ്രീ TI മൻസൂറിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം, എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചരിത്ര വിജയം നേടിയിട്ടുള്ളത്. പയ്യന്നൂരിന്റെ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം വേരോട്ടമുള്ള പല പ്രദേശങ്ങളിലും കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട്, കടന്നുകയറ്റം നടത്തിക്കൊണ്ട് ഐതിഹാസികമായ ഒരു വിജയം ശ്രീ കുഞ്ഞികൃഷ്ണൻ നേടിയിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിന്റെയും നേരിന്റെയും വിജയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ കനത്ത തിരിച്ചടികൾ കൊണ്ട് കേരളത്തിലാകമാനം ഐക്യ ജനാധിപത്യങ്ങളുടെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം തന്നെ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാക്കൾ ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തേരോട്ടമായിരിക്കും എന്ന്. അത് അക്ഷരം വഴി അംഗീകരിച്ചുകൊണ്ട് കേരള ജനത ഈ ദുർഭരണത്തെ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് തള്ളി നീട്ടിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈപിടിച്ചിരിക്കുന്നു. ഇനി നാളുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയിലാണ്, കോൺഗ്രസിന്റെ നാളുകളാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സഹപ്രവർത്തകന്മാർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനയും വേദനയും, എല്ലാ തലങ്ങളിലും പോലീസ് മർദ്ദനവും, അതുപോലെ തന്നെ കള്ളക്കേസിന്റെ എല്ലാവിധ അതിർവരമ്പുകളിൽ ലംഘിച്ചുകൊണ്ടുള്ള
കള്ളക്കേസുകളും കൊടിയ മർദ്ദനമുറകളും അനുഭവിച്ചുകൊണ്ടും നേരിട്ടുകൊണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റം സാധ്യമായിരിക്കുന്നു. CPM എന്ന പാർട്ടി കുഞ്ഞികൃഷ്ണനോടൊപ്പവും അതുപോലെ മധുസൂദനോടൊപ്പം എന്ന നിലയിൽ നെടുക പിളരുകയാണ്. സത്യത്തിനോടൊപ്പവും അതുപോലെ അഴിമതിക്കാരനോടൊപ്പവും എന്ന നിലയിൽ നെടുക പിളർന്നപ്പോൾ പയ്യന്നൂരിന്റെ മനസ്സ്, പയ്യന്നൂരിന്റെ പരിച്ഛേദം വി കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്നു. ധനരാജന്റെ രക്തസാക്ഷിയുടെ ചോരയേറ്റ മണ്ണിൽ നിന്നും പണം വാരി വാരി പോക്കറ്റിലിട്ട് കുടുംബത്തിലേക്ക് കൊണ്ടുപോയ TA മധുസൂദൻ എന്ന കള്ളനെതിരെ ആ ജനക്കൂട്ടം വിധി എഴുതിയിരിക്കുന്നു. ആ വിധിയെഴുത്ത് വരും കാലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള CPM-കാരനും ഇന്ന് ഞങ്ങളോട് കലഹിക്കാൻ വന്നതടക്കമുള്ള ഇവിടെയുള്ള CPM-കാർക്കുമുള്ള ഒരു വലിയ പാരിതോഷികമായാണ് നാം കാണുന്നത്. ഞങ്ങൾക്കറിയാം സഖാക്കളെ, ഇവിടെ കോൺഗ്രസിന് എത്ര വോട്ടുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എത്ര വോട്ടുണ്ട് എന്ന്. നിങ്ങൾ അതിമനോഹരമായി ഞങ്ങളെ സഹായിച്ചു. ഒരുപക്ഷെ നിങ്ങൾ 99% പോൾ ചെയ്ത സ്ഥലത്ത് പോലും നിങ്ങൾ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി വോട്ട് ചെയ്തു നാം മനസ്സിലാക്കുന്നു. നേരത്തെ വെള്ളൂരും കരിവെള്ളൂരും അതുപോലെ രാമന്തളിയിലും ഒക്കെ നിങ്ങളുടെ നെടുങ്കോട്ടകൾക്കിടയിൽ വി കുഞ്ഞികൃഷ്ണൻ പിടിച്ച വോട്ടുകൾ അത് വലിയ രീതിയിൽ ചാനലുകളിലൊക്കെ ചർച്ചയായി മാറിയപ്പോൾ ചെറുപുഴ എന്ന കോൺഗ്രസിന്റെ കോട്ട, ആ കോട്ടയിൽ നിങ്ങളുടെ അവസാനത്തെ ആണിയടിക്കുവാൻ ഈ ചെറുപുഴ പഞ്ചായത്തിനെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിച്ചു. ഈ ചെറുപുഴ പഞ്ചായത്തിന് ഇനി ഈ പയ്യന്നൂർ നിയോജക മണ്ഡലം മൂവർണ്ണമാകാൻ ഈ ചെറുപുഴ പഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ട് 4 മാസമായി. ഇനി അങ്ങോട്ട് ഈ ചെറുപുഴ പഞ്ചായത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു തേരോട്ടമാണ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. ഇനി അടുത്ത 5 വർഷക്കാലം വരുമ്പോൾ പരിപൂർണമായും പയ്യന്നൂർ നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായി മാറും. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.